പ്രിയപ്പെട്ടവരെ, താജുൽ ഉലമക്ക് അസുഖം വന്നപ്പോ താജുൽ ഉലമ ഈ ഉള്ളവനോട് പറഞ്ഞു, യാ ഹയ്യു എന്ന് പറയുന്ന ദിക്ർ ഞാൻ 1,00,000 അങ്ങ് ചൊല്ലി തീർത്തിയപ്പോ ഊരവേദന വന്ന് വൈദ്യന്മാര് ചികിത്സിച്ചു, ഒഴിച്ചിൽ നടത്തി, വലിയ ഡോക്ടർമാരൊക്കെ നോക്കിയിട്ടും ഊരവേദന മാറിയില്ല. ദിവസങ്ങളോളം കരുവന്തിരുത്തിയിൽ ആ സമയത്ത് ഈ ഉള്ളവൻ അവിടെ ഖിദ്മത്തിലുണ്ട്. കരുവന്തിരുത്തിയിൽ വീട്ടിൽ മഹാനായ താജുൽ ഉലമ വിശ്രമിച്ചു. രോഗം സുഖമായില്ല. അവസാനം ഈ ഉള്ളവനോട് താജുൽ ഉലമ പറഞ്ഞു, യാ ഹയ്യു എന്ന ദിക്ർ ഞാൻ 1,00,000 ചൊല്ലിയപ്പോ, താജുൽ ഉലമന്റെ സ്വഭാവം അങ്ങനെയാണ്, കുറച്ചല്ല ചൊല്ലുക, 1,00,000 ഞാൻ അങ്ങ് ചൊല്ലിയപ്പോ. മൗലിദ് ഓതുമ്പോ താജുൽ ഉലമ ശറഫൽ ലനാ മൗലിദ് മുഴുവനും ഓതും. അതും ഓരോ ബൈത്തിന് ജവാബ് ചൊല്ലിക്കൊണ്ട് ശറഫൽ ലനാ മൗലിദ് ഓതും. പ്രിയപ്പെട്ടവരെ, ശവ്വാൽ മാസപ്പിറവി കണ്ടാൽ പൊന്നാനി ജുമുഅത്ത് പള്ളിന്റെ അകത്തെ പള്ളിയിലിരുന്ന് 2 മണിക്ക്, രാത്രി 2 മണിക്ക് തുടങ്ങുന്നു തറഫൽ ലനാ മൗലിദ്. ഇപ്പോഴുണ്ടോ എന്നറിയില്ല, ഞാൻ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. രാത്രി 2 മണിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് കോയണ്ണു ഉസ്താദ് അടക്കമുള്ളവരത് ചൊല്ലുന്നത്, മനോഹരമായി ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തൊരു ഈണത്തിലാണ് ഉസ്താദ് അത് ചൊല്ലാറുള്ളത്. പ്രിയപ്പെട്ടവരെ, സുബ്ഹി വരേക്കും തറഫൽ ലനാ മൗലിദ്, അത് കൂടുതൽ ബൈത്തുള്ള മൗലിദാണ്. ആ മൗലിദ് ചൊല്ലാൻ കുറച്ച് പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ഉള്ള ആളുകൾക്ക് അത് ചൊല്ലാൻ കഴിയൂ. അന്ന് പ്രായമുള്ള ഉസ്താദിന്റെ കിടക്കാരായ മറ്റു ആളുകൾ മറ്റു പ്രദേശത്തുനിന്ന് വന്നിട്ട് അകത്തെ പള്ളിയിൽ ഇരുന്നിട്ട് സുബ്ഹി വരെ ആ മൗലിദ് പാരായണം ചെയ്തിരുന്നു. ഇങ്ങനെ താജുൽ ഉലമയുടെ സ്വഭാവം അതായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് യാ ഹയ്യു എന്ന ദിക്ർ, അത് മാത്രമല്ല, കയ്യിന് സോക്കട് വന്നപ്പോ, അസുഖം വന്നപ്പോ, പ്രിയപ്പെട്ടവരെ, ബുർദയുടെ ബൈത്ത് കം അബ്റഅത് വസിബൻ ബില്ലം സിറാഹതുഹു വഅത്ലഖത് അരിബൻ മിൻ റിബഖത്തിൽ ലമമി എന്നുള്ള ആ വരി മഹാനായ താജുൽ ഉലമ ആയിരക്കണക്കിന് അങ്ങ് ചൊല്ലിയപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താജുൽ ഉലമക്ക് ശിഫ കിട്ടി. ഇതൊക്കെ താജുൽ ഉലമ നേരിട്ട് പറഞ്ഞതാണ്.